ഹലോ വെൽക്കം ടു ജി കെസ് ക്രാഫ്റ്റവേഴ്സ്. ഇന്ന് നമ്മൾ നിത്യവഴുതനയെക്കുറിച്ച് അല്ലെങ്കിൽ ക്ലൗഡ് ബീൻ എന്ന് പറയുന്ന പ്ലാന്റിനെ കുറിച്ചാണ് കൂടുതൽ പറയാൻ പോകുന്നത്. ഇത് വളരെയധികം എളുപ്പമാണ് ഈ ചെടി നട്ടുപിടിപ്പിക്കാൻ. ഇതിൽ നമുക്ക് തോരൻ വയ്ക്കാം, തീയൽ വയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നോർമലി അവിയൽ വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടാം. ഇതിൽ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഈ വെള്ളം കുറേ ദിവസം കഴിയുമ്പോൾ ചെറിയ കറുപ്പ് വരുമ്പോൾ അത് ഉപയോഗിക്കരുത്, അത് വിത്തിനെടുക്കണം. ഇപ്പം ഇത് ഞാൻ വിത്തിന് നിർത്തിയതാണ്. ഇപ്പോൾ വിത്തിന് നിർത്തി അതിൻ്റെ ഏകദേശം 3 വിത്ത് കാണും. പക്ഷേ ചില സമയത്ത് 4 വിത്തും കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 3 വിത്ത് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എടുത്ത വിത്ത് ഒരിക്കലും ഉടനെ നടരുത്. അതൊരു ഏകദേശം ഒരാഴ്ച വച്ചതിന് ശേഷമേ നടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ജെർമിനേഷൻ ക്വാളിറ്റി കൂടുമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ച വിത്തുകളാണ്. അപ്പോൾ ഒന്ന് ചെറിയ നിത്യവഴുതനയും ഒന്ന് വലിയ നിത്യവഴുതനയുമാണ്. അപ്പോൾ ഇത് നമുക്ക് നടാം. നടുന്നത് വളരെയധികം എളുപ്പമാണ്, ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് ഈസിയുമാണ്. അപ്പോൾ നമ്മൾ ഒരു കമ്പ് വെച്ചിട്ട് 2 കുഴി എടുക്കണം. ഈ കുഴിയെടുക്കാൻ നമ്മൾ നല്ല ഇളക്കി മണ്ണായിരിക്കണം, അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വെറുതെ മണ്ണിലിട്ടാലും പൊടിക്കുന്നതാണ്, ഇങ്ങനെ കുഴിച്ച് നടണമെന്നില്ല. അങ്ങനെ നമ്മൾ ഇളക്കിയ മണ്ണിലിട്ടതിന് ശേഷം വച്ചിരുന്നാൽ മതി. ഇതേപോലെ ഞാൻ നേരത്തെ നട്ടതാണ്, നല്ല ഇത് കിട്ടും, അതേപോലെ നിറയെ കായും കിട്ടും. നിത്യവഴുതന എന്നാണ് ഈ ചെടിയുടെ പേര്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. സബ്സ്ക്രൈബ് മൈ ചാനൽ.